താങ്ക് യു അച്ഛ. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എത്രയും അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. ഐസക്കച്ചൻ എന്നെ പല പ്രാവശ്യം ഈ ഒരു ശുശ്രൂഷയ്ക്ക് നിർബന്ധിച്ചിട്ടുണ്ടെങ്കിലും പല ഒഴിവുകൾ പറഞ്ഞ് ഞാൻ മാറുകയായിരുന്നു. ഇത് തുടങ്ങിയ സമയത്ത് ശരിക്കും നമ്മുടെ എലിസബത്ത് ആൻറ്റി എന്നെ ഇതിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ അന്നൊന്നും ജോലിയുടെ തിരക്ക് കാരണം അതിൽ സംബന്ധിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു, അച്ഛൻ ഇതിൻ്റെ സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ഒരു മെസ്സേജ് കൊടുക്കാമെന്നൊരു വാക്ക് കൊടുത്തിരുന്നു. അതേ പ്രകാരമാണ് ഇന്ന് ഈ മീറ്റിങ്ങിൽ എനിക്ക് സംബന്ധിക്കുവാനായിട്ട് സാധിച്ചു. പ്രത്യേകം അച്ഛനോട്, അച്ഛൻ മുഖ്യാതിഥി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ഞാൻ തന്നെയാണോ എന്നൊരു സംശയം തോന്നി. അതുകൊണ്ടങ്ങ് പറഞ്ഞ് ചിരിച്ചു പോയതാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഇന്ന് ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ജനസിസ് ചാപ്റ്റർ 43 വേഴ്സ് 5. ഉൽപ്പത്തി പുസ്തകം 43 അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഫ്ലോറിഡയിൽ ഒരു ദേവാലയത്തിൽ പോയിരുന്നു. അത് ഒരു അമേരിക്കൻ ദേവാലയമാണ്. അന്ന് അവിടുത്തെ പാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയായിരുന്നു, ഏതാണ്ട് 250+ ഫാമിലീസ് ഉള്ള ഒരു വലിയ ഇടവകയായിരുന്നു. എന്നാൽ കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് ഏതാണ്ട് ഒരു 50 ഫാമിലീസിൽ നിൽക്കുകയാണ്. കോവിഡിൻ്റെ സമയത്താണ് ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ളതും പ്രാർത്ഥനായോഗങ്ങൾ നടത്തിയിട്ടുള്ളതും കണ്ടക്ട് ചെയ്തിട്ടുള്ളതും ഒക്കെ. എന്നാൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് പലപ്പോഴും സംശയമാണ്. അങ്ങനെ വന്നപ്പോൾ ഞാൻ ചിന്തിച്ച വിഷയം മടങ്ങി ദൈവത്തിലേക്ക് വരിക, കം ബാക്ക് ടു ഗോഡ് എന്നുള്ളതായ ഒരു വിഷയമാണ് ചിന്തിക്കുവാൻ എടുത്തത്. ഈ വേദഭാഗത്ത് പറയുന്നത്, യു ഷാൽ നോട്ട് സീ മൈ ഫേസ് അൺലെസ് യുവർ ബ്രദർ ബി വിത്ത് യു. നിന്റെ സഹോദരൻ നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ എൻ്റെ മുഖം നിങ്ങൾ കാണുകയില്ല. ഇതാണ് വേദഭാഗം. ഈ വേദഭാഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു അല്പമായിട്ട് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഭാഗമാണ്. എങ്കിലും നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പറയാം. ലോകം മുഴുവൻ ക്ഷാമം ബാധിച്ചിരിക്കുന്നു. പാലും തേനും ഒഴുകുന്ന ദേശം എന്നറിയപ്പെട്ടിരുന്ന കനാനിലും ക്ഷാമമുണ്ടായി. ആ സമയത്ത് യാക്കോബ് തൻ്റെ മക്കളോട് പറയുകയാണ്, മിസ്രൈമിൽ പോയി ധാന്യം ശേഖരിക്കുവാൻ. യാക്കോബിൻ്റെ 10 മക്കൾ മിസ്രൈമിലേക്ക് പോകുന്നു. അവിടെ ജോസഫായിരുന്നു അവിടുത്തെ ഭരണാധികാരി. ജോസഫിന് ഈ സഹോദരങ്ങളെ തിരിച്ചറിയുവാൻ സാധിച്ചു. അപ്പോൾ ജോസഫിനോട് ഇവർ വളരെ കഠിനമായിട്ട് പെരുമാറി. സ്ട്രേഞ്ചേഴ്സായിട്ട് ആണെന്നുള്ള പറഞ്ഞ് അവരോട് ആ രീതിയിൽ പെരുമാറി. ആ സമയത്ത് ജോസഫ് പറയുന്ന ഒരു വാക്യമാണ് ഇത്, അൺലെസ് യു ബ്രിങ് യുവർ ബ്രദർ യു ഷാൽ നോട്ട് സീ മൈ ഫേസ്. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കൂട്ടി, അവരുടെ ഇളയ സഹോദരൻ ബെഞ്ചമിനെ അപ്പൻ്റെ അടുക്കൽ ആക്കിയിട്ടാണ് അവർ ഈ ധാന്യം ശേഖരിക്കുവാനായിട്ട് വന്നത്. ആ സമയത്താണ് ജോസഫ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഇളയ സഹോദരനെ കൂട്ടിക്കൊണ്ടുവന്നല്ലാതെ ഇനി എൻ്റെ മുഖം നിങ്ങൾ കാണുകയില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് പല ജോസഫന്മാരെ കാണുവാൻ സാധിക്കും. 4 ജോസഫന്മാരുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ചിന്താവിഷയം ഈ യാക്കോബിൻ്റെ മകനായ ജോസഫാണ്. അതൊരു ദർശനമുള്ള യുവാവായിരുന്നു. ദർശനം സാക്ഷാത്കരിക്കപ്പെട്ടവനായിരുന്നു. ടെംപ്റ്റേഷനെ ഓവർകം ചെയ്തവനായിരുന്നു. ഒരു പൊസിഷനെ മിസ്യൂസ് ചെയ്യാതിരുന്ന ഒരാളുമായിരുന്നു. അങ്ങനെ ഒത്തിരിയും ഗുണങ്ങൾ ഈ ജോസഫിന് നമുക്ക് കാണുവാൻ സാധിക്കും. ജോസഫിനെ ഷാഡോ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നും പറയാറുണ്ട്. കാരണം ജോസഫ് 20 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടു. യേശു ക്രിസ്തു 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുക്കപ്പെട്ടു. ജീസസ് വാസ് സോൾഡ് ഫോർ ജീസസ് ആൻഡ് ജോസഫ് ബോത്ത് വെർ ടേക്കൻ ഡൗൺ ടു ഈജിപ്റ്റ്. ജോസഫ് സഹോദരന്മാരാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടു, ക്രിസ്തു സ്വന്തം ജനങ്ങളാൽ. ഇങ്ങനെ പല കാര്യങ്ങളാൽ ഷാഡോ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ, ആരാണ് നിന്റെ സഹോദരൻ എന്നുള്ളതാണ്. നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരണം. എൻ്റെ വീട്ടിലിരിക്കുന്ന ഇളയ സഹോദരനെയും കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്.
പലപ്പോഴും നമുക്ക് സമസൃഷ്ടികളെ സഹോദരങ്ങളായിട്ട് കാണാൻ സാധിക്കില്ല. നമ്മുടെ രക്തബന്ധത്തിലുള്ള ആളുകളെ ആയിരിക്കും പലപ്പോഴും നമ്മൾ സഹോദരന്മാരായിട്ടും സഹോദരിമാരായിട്ടും കാണുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലുള്ള ഒരു 4 വിഭാഗം ആളുകളെ ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. ഒന്ന്, സ്വജാതി സ്വവർഗ ചിന്ത വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. അതായത് കുറെ കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ മാത്രമാണ് എൻ്റെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ചുരുങ്ങിയാൽ ഓർത്തഡോക്സ് സഭാ വിശ്വാസത്തിലുള്ള ആളുകൾ മാത്രമാണ് എൻ്റെ സഹോദരങ്ങൾ എന്ന് ചിന്തിക്കുന്നതായ ആളുകൾ. യോനയുടെ പുസ്തകത്തിൽ നമുക്കത് യോനായെ അത് കാണാൻ സാധിക്കും. കാരണം യോന നിനിവയിലേക്ക് പോകാൻ വിട്ട യോന തർശീശിലേക്ക് പോകുന്നതാണ്. കാരണം യഹൂദനെ സംബന്ധിച്ച് യഹൂദൻ എന്ന് മാത്രമായിരുന്നു ദൈവത്തിന്റെ ജനം. നിനിവേക്കാർ ജാതികളാണ്. അപ്പൊ സ്വന്തം ജാതിയെ അന്വേഷിച്ചാണ് യോന ഈ തർശീശിലേക്ക് പോയത്. നിനിവയിലേക്ക് പോയില്ല. കാരണം ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്കുള്ള ഒരു യാത്രയാണ് യോനായിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യമോസിലേക്ക് പോയ ശിഷ്യന്മാരും അത് തന്നെയാണ്. ദൈവ സാന്നിധ്യത്തിൽ നകന്ന് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോവുകയാണ്. അപ്പം നമുക്കറിയാം ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ഒത്തിരിയും വ്യത്യാസങ്ങൾ. ഈസ്റ്റിൻ്റെ ട്രഡീഷൻ ഒരല്പം കൂടെ നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു വെസ്റ്റേൺ മ്യൂസിക്, ഈസ്റ്റേൺ മ്യൂസിക്കും വെസ്റ്റേൺ മ്യൂസിക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. വെസ്റ്റേൺ ഒരു ബഹളത്തിൻ്റെ കൾച്ചറാണ്, ഈസ്റ്റേൺ കുറേ കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ. അപ്പൊ ദൈവ സാന്നിധ്യം ഈസ്റ്റ് യെരുശലേമിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ജീവിതമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവന് യോന സ്വന്തം ജാതിയെ അന്വേഷിച്ചു പോകുന്നു. നമുക്ക് പലപ്പോഴും ഈ സഹോദരൻ ആരാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പലപ്പോഴും ഉണ്ട്. പ്രോവർബ്സ് ചാപ്റ്റർ 17:17 പറയുന്നത്, സ്നേഹിതൻ അനർത്ഥ ദിവസത്തിൽ സഹോദരനായി തീരും. നമുക്ക് നല്ല സ്നേഹിതരെ പലപ്പോഴും കണ്ടുമുട്ടാൻ സാധിക്കില്ല. ഇപ്പോൾ റിയൽ ഫ്രണ്ട്സിനെ നമുക്ക് സാധിക്കത്തില്ല കാണാനായിട്ട്. പല വിധത്തിലുള്ളതായ സ്നേഹിതന്മാരുണ്ട്. ഒന്ന്, ഈ റേഡിയോ ടൈപ്പിലുള്ളതായ ഫ്രണ്ട്സ് ഉണ്ട്. അതായത് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും, നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന റേഡിയോ ടൈപ്പിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. മറ്റൊരു ടൈപ്പിലുള്ള ഫ്രണ്ട്സ് ഈ CCTV ടൈപ്പിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ എന്ത് നടക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിച്ച് നിൽക്കുന്ന CCTV ടൈപ്പിലുള്ള ഫ്രണ്ട്ഷിപ്പ്. മൂന്നാമത്തെ ടൈപ്പിലുള്ളതായ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഇൻഷുറൻസ് ടൈപ്പിലുള്ളതാണ്. അത് ഈ ക്രിസ്മസിനും ബർത്ത്ഡേക്കും ഒക്കെ ഒരു ഹാപ്പി ബർത്ത്ഡേയും മേരി ക്രിസ്മസും ഒക്കെ പറഞ്ഞ് ഒന്ന് കീപ്പ് ചെയ്യുക, ഇൻഷുറൻസ് കീപ്പ് ചെയ്യാൻ നിൽക്കുന്ന പോലെ നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതായ ടൈപ്പിലുള്ള ഫ്രണ്ട്ഷിപ്പ്. എന്നാൽ റിയൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് പ്രയാസഘട്ടത്തിലും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരാണ് റിയൽ ഫ്രണ്ട്സ്. അവര് സന്തോഷ സമയത്ത് കാണും, പക്ഷെ പ്രയാസഘട്ടത്തിലും കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളാണ് റിയൽ ഫ്രണ്ട്സ്. അപ്പം ഇവിടെ പ്രോവർബ്സ് നമ്മളോട് പറയുന്നത്, സഭാപ്രസംഗം നമ്മെ ഓർപ്പിക്കുന്നത്, സ്നേഹിതൻ അനർത്ഥ ദിവസത്തിൽ നമ്മുടെ സഹോദരനായ തീരും. ഇവിടെ സഹോദരൻ ആര് എന്നുള്ളതിൽ ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, യോന സ്വന്തം ജാതി സ്വന്തം വർഗ ചിന്ത വെച്ച് പുലർത്തുന്ന ആളുകൾ, ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. എന്നാൽ നമ്മൾ തിരുവചനം ഓർപ്പിക്കും, ഗലാത്യ ലേഖനം 3:28 പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, അതിൽ യഹൂദൻ എന്നും യവനൻ എന്നില്ല, ദാസൻ എന്നില്ല, സ്വതന്ത്രൻ എന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ആ എല്ലാവരെയും ഒന്നായിട്ട് കാണുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. രണ്ടാമതായിട്ടുള്ള ഒരു വിഭാഗം ആളാണ് ബ്രദർ ഓഫ് പ്രോഡിഗൽ സൺ. എൻ്റെ മുടിയനായ പുത്രന്റെ സഹോദരൻ. അവന് തൻ്റെ ബ്രദറ് വീട്ടിൽ നിന്ന് പോയിട്ട് അന്വേഷിച്ച് പുറപ്പെടുന്നില്ല. അവൻ തിരക്കായിരുന്നു. ഹി വാസ് ബിസി അറ്റ് ദ ഫീൽഡ്. ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വയലിൽ ബിസി ആയിരുന്നു എന്നാണ് അവിടെ തിരുവചനത്തിൽ പറയുന്നത്. അത് നമ്മുടെ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ജോലി ആയിട്ട് നമുക്കതിനെ കണക്കാക്കാം. നമ്മളും ബിസിയാണ്. പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയ സഹോദരനെ അന്വേഷിച്ച് പുറപ്പെടാത്ത ആളുകൾ, അത് ഞാനും നിങ്ങളും തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. അവിടെ ബിസി എന്ന് പറയുമ്പം ബീയിങ് അണ്ടർ സേത്തൻസ് യോക്ക്. ഇപ്പം എല്ലാവരും, ഞാനും ഒക്കെ എപ്പോഴും ഇപ്പം അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്നത്, അച്ഛൻ ഇച്ചിരി ബിസി ആയിരുന്നു. ബീയിങ് അണ്ടർ സേത്തൻസ് യോക്ക്, അതാണ് ബിസി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സ്കെഡ്യൂള് നമുക്ക് മാനേജ് ചെയ്യാൻ അറിയാൻ മേലം എന്നുള്ളതാണ് അതിൻ്റെ ഒരല്പം കൂടെ പറഞ്ഞാൽ ചുരുക്കം. അപ്പോൾ ഈ രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത്, നഷ്ടപ്പെട്ട സഹോദരനെ
അന്വേഷിച്ച് പുറപ്പെടാൻ സാധിക്കാത്തതായ വിഭാഗത്തിലുള്ള ആളുകൾ. അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ ആ കൂട്ടത്തിൽ പെടുന്ന ആളുകളാണ്. മൂന്നാമതായിട്ടുള്ളത് റിച്ച്മൻ ആൻഡ് ലാസറസ്. ധനവാനും ലാസറിന്റെയും കഥയിൽ പറയുന്നതായ ആ ഒരു വിഭാഗം ആളുകൾ. അതായത് ഈ ധനികനായ മനുഷ്യന്റെ വാതിക്കൽ കിടന്ന ലാസറിനെ അവൻ സഹോദരനായിട്ട് കണ്ടെത്തിയില്ല. സഹോദരനായിട്ട് കണ്ടെത്താൻ ഈ ധനികനായ മനുഷ്യന് സാധിച്ചില്ല. അവനെ ഒരു വാതിക്കൽ കിടക്കുന്ന ഒരാളായിട്ട് മാത്രമേ കാണുവാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അവിടെ സ്വന്തം സഹോദരന്മാർ മാത്രമാണ് സഹോദരൻ എന്ന് ചിന്തിച്ചാണ് ആ ധനികനായ മനുഷ്യൻ ആ കഥയിൽ പറയുന്നത്. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ മൂന്നാമത്തെ വിഭാഗത്തിലും നമ്മളും അങ്ങനെ കാണാറുണ്ട്. പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ മാത്രമാണ് ഈ ധനവാനായ മനുഷ്യന്റെ പോലെയുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും നമുക്കുണ്ട്. എന്നാൽ നാലാമതായിട്ടുള്ള വിഭാഗത്തെ ആളുകളാണ് പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത്. എഫേസ്യ ലേഖനം 3:14 അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് പറയുന്ന ആളുകൾ സകലരെയും കൂട്ടിക്കൊണ്ടുവന്ന് അവഗണിക്കപ്പെട്ട വർഗത്തെയും അവഗണിക്കപ്പെട്ടവരെയും ആരും ഒരു ഇല്ലാത്തവരെയും കൂട്ടിക്കൊണ്ടുവന്ന് ദൈവസന്നിധിയിലേക്ക് വരുന്ന ഒരു വിഭാഗം ആളുകൾ. ആ ഒരു വിഭാഗം ആളിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം. അതാണ് ഇന്ന് എനിക്ക് നൽകുവാനുള്ള മെസ്സേജ്. ഈ ബെന്യാമിനെ കൂടാതെ വന്നപ്പോൾ, അതായത് ഇളയ സഹോദരനെ കൂടാതെ വന്നപ്പോൾ അവിടെ ജോസഫ് അവരോട് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടാണ് ഇടപെടുന്നത്. വളരെ കഠിനമായിട്ട് സംസാരിച്ചു എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ ഇളയ സഹോദരനെ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ ഒരു സ്നേഹിതനെ പോലെ, സഹോദരനെ പോലെ അവിടെ ജോസഫ് സംസാരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ യോഗത്തിന് വരുമ്പോൾ, നമ്മുടെ ഒരു സഹോദരനും വീട്ടിൽ പാടില്ല ഒറ്റയ്ക്ക്. അതായത് നമ്മുടെ സമസൃഷ്ടികളെ, നമുക്ക് ഉള്ള ആളുകളെ കൂട്ടിക്കൊണ്ടുവരുവാൻ, ആരാധനയ്ക്ക് വരുവാൻ നമുക്ക് സാധിക്കണം. കണ്ടാലും ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന് ഉള്ള തിരുവചനം. ഈ വേദഭാഗം സംബന്ധിച്ച് ഒരു മനുഷ്യൻ ഒരു പടം വരച്ചു. ആ പടം വരച്ചിട്ട് നെയ്ബേഴ്സിനെയൊക്കെ കാണിച്ചു. എങ്ങനെയുണ്ട് ഈ പടം? എല്ലാവരും പറഞ്ഞു നന്നായിരിക്കുന്നു. വാതിൽ അടഞ്ഞു കിടക്കുന്നു, യേശു വന്ന് വാതിക്കൽ മുട്ടുന്നു. എന്നാൽ ഒരു മനുഷ്യൻ അതിനൊരു കുറ്റം പറഞ്ഞു. ആ വാതിലിന് ഒരു ഹാൻഡിലില്ല. നമ്മുടെ ആളുകളായിരിക്കണം എന്തെങ്കിലും ഒരു കുറ്റം പറയും. എല്ലാവരും പറഞ്ഞു നല്ല നല്ല പിക്ചറായിരിക്കുന്നു, പക്ഷേ ഒരു കുറവുണ്ട്, അതിനൊരു ഹാൻഡിലില്ല. ആ ചിത്രകാരൻ പറഞ്ഞു, അതെ ശരിയാണ്, ഞാൻ അതിന് ഹാൻഡിൽ വെച്ചിട്ടില്ല. അതിൻ്റെ ഹാൻഡിൽ ഇൻസൈഡിലാണ്, നിന്റെ കയ്യിലാണ്. കർത്താവ് വന്ന് വാതിൽക്കൽ മുട്ടുന്നു. നീ വാതിൽ തുറന്നാൽ അവൻ നിന്നോടും ഞാൻ അവരോടും കൂടെ അത്താഴം കഴിക്കും. അതുകൊണ്ട് ആ വാതിൽ, അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കയ്യിലാണ്. ആ വാതിൽ തുറന്നാൽ ക്രിസ്തു ഉള്ളിലേക്ക് വരുവാനും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് സമസൃഷ്ടികളെ സഹോദരങ്ങളായിട്ട് കാണുവാനും നമുക്ക് സാധിക്കണം. ആയതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ഇന്ന് ഇങ്ങനൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട സാം മാത്യു അച്ഛൻ, കർത്താവിൽ അനുഗ്രഹീതരെ, പലപ്പോഴും പുതിയ നിയമ പുസ്തകത്തിൽ നിന്ന് ശക്തമായ ആശയങ്ങളെ പരിചയപ്പെടുത്തുവാൻ പലപ്പോഴും ഇഷ്ടപ്പെട്ടപ്പോൾ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 43-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം അടർത്തിയെടുത്ത് ദേവാലയത്തിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടുന്ന ഈ കാലഘട്ടത്തിലെ ഒരു ചിന്തയെ പഴയ നിയമ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞൊരു വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുവാനും വളരെ ഭംഗിയായിട്ടും ചിന്തോദ്ദീപകമായും അച്ഛൻ ഈ വിഷയത്തെ നമ്മളെ പഠിപ്പിക്കുവാനും ധ്യാനിപ്പിക്കുവാനും ശ്രദ്ധിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ പൊരുള് നമുക്ക് കൃത്യമായിട്ടറിയാം. ആദ്യ പുസ്തകം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ജെനിസിസ്, ക്രിയേഷൻ സ്റ്റോറിയെ വളരെ ഭംഗിയായിട്ട്, അതിൻ്റെ യാഥാർത്ഥ്യത്തെ ഇന്നത്തെ കാലഘട്ടത്തിലും മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ദ ബുക്ക് ഓഫ് ജെനിസിസ്. ഈ പുസ്തകത്തിൽ
പ്രധാനമായി തെളിഞ്ഞു കാണുന്ന വ്യക്തിത്വങ്ങളിൽ നമുക്കറിയാം ആരൊക്കെയാണെന്ന്. ആദാം മുതൽ ആദാം, ഹൗവ, കായേൻ, ഹാബേൽ, നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്. ഇത്രയും വ്യക്തികളെ ഈ പുസ്തകത്തിലൂടെ നന്നായി പരിചയപ്പെടുത്തുകയാണ്. ഒരു ക്യാരക്ടർ സ്റ്റഡിക്കും അവരുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ വ്യക്തമാകത്തക്ക രീതിയിൽ ഭംഗിയായിട്ട് വാക്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകത്തിന്റെ രൂപരേഖ കൃത്യമായി എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് അച്ഛൻ നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടത്, ദേശത്തെല്ലാം ക്ഷാമം ഉണ്ടായപ്പോൾ, മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തീർന്നപ്പോൾ, വീണ്ടും ധാന്യം ശേഖരിക്കുവാനായിട്ട് കടന്നു പോകുമ്പോൾ ജോസഫ് സഹോദരങ്ങൾക്ക് കൊടുത്ത ഒരു മറുപടിയെ അപ്പന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു മൂത്ത പുത്രനായ രൂപേനും അതിന് പ്രാർത്ഥനാപൂർവം അനുവാദം കൊടുക്കുന്ന ഒരു അപ്പനെയും ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 43-ാം അധ്യായം. അതിൽ 5-ാം വാക്യം, നീ ഞങ്ങളുടെ സഹോദരനെ ഞങ്ങളോടുകൂടെ അയച്ചാൽ ഞങ്ങൾ ചെന്ന് ആഹാരം വാങ്ങിക്കൊണ്ടുവരാം, അയക്കാതിരുന്നാലോ? ഞങ്ങൾ പോകുകയില്ല. നിങ്ങളുടെ സഹോദരൻ നിങ്ങളോടുകൂടെ ഇല്ല എങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ജോസഫാണ് ഇവിടുത്തെ അദ്ദേഹം. അപ്പനോടാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. അത് അപ്പൻ ആദ്യത്തെ ഒരു വാക്കിലൂടെ ചോദ്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരൻ ഉണ്ടെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് എനിക്ക് ദോഷം വരുത്തിയത് എന്തിനെന്ന് ഇസ്രായേൽ പറഞ്ഞു. യാക്കോബ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. എന്നാൽ വീണ്ടും ആ സംഭാഷണം മുന്നോട്ട് പോയി മക്കൾ ഇതിന് താല്പര്യപൂർവ്വം അപ്പന്റെ മുമ്പിൽ ഈ കാര്യത്തെ അവതരിപ്പിച്ചപ്പോൾ 13-ഉം 14-ഉം വാക്യങ്ങളിൽ എത്തുമ്പോൾ, നിങ്ങളുടെ സഹോദരനെയും കൂട്ടി പുറപ്പെട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ വീണ്ടും ചെല്ലുവീൻ. അവൻ നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെന്യാമീനെയും നിങ്ങളോടുകൂടെ അയക്കേണ്ടതിന് സർവശക്തിയുള്ള ദൈവം അവന് നിങ്ങളോട് കരുണ തോന്നിക്കട്ടെ. എന്നാൽ ഞാൻ മക്കളില്ലാത്തവനാകണമെങ്കിൽ അങ്ങനെ ആകട്ടെ. വളരെ ഭംഗിയായി സ്നേഹപൂർവ്വം പ്രാർത്ഥനയിൽ ചാലിച്ച് ഒരപ്പന്റെ ആ ഹൃദയവേദനയെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രംഗം കൂടിയാണ് ഈ 14-ാമത്തെ വാക്യം. 43-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അച്ഛൻ ആനുകാലിക സംഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ഫ്ലോറിഡയിൽ പോയ ഒരു സംഭവത്തെ ആമുഖമായി ചേർത്ത് വെച്ച് അവിടെ സംഭാഷണം നടത്തിയ കർത്താവിന്റെ മിനിസ്റ്റർ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അംശങ്ങളും അതിനുശേഷം വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്കുള്ളതിനെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചും ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഒരാശയത്തിൽ കൃത്യമായി നമുക്കുണ്ടാതിരിക്കേണ്ടുന്ന ഗുണം, സഹോദരനായി എല്ലാവരെയും കാണാൻ ശ്രമിക്കുക. രക്തബന്ധത്തിനപ്പുറമായി ദൈവ സൃഷ്ടിയാണ് നാം എല്ലാവരും. ആ ചിന്തയിലേക്ക് നമ്മുടെ ഹൃദയം ഉണരുവാൻ തക്കവണ്ണമുള്ളൊരു വലിയ ആഹ്വാനമാണ് പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് നമുക്ക് നൽകിയത്. നമ്മളിതൊക്കെ ചിന്തിക്കാറുണ്ട്, പഠിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ പോലും ആദ്യം പറയും റിലേറ്റീവ്സ്, അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ്, പിന്നെ പറയും ഫ്രണ്ട്സ്, അടുത്ത കാറ്റഗറി ഉണ്ടായി, പിന്നെ പറയും വെൽ വിഷേഴ്സ്. ഇങ്ങനെ നമ്മൾ തന്നെ പല പല കാറ്റഗറിയെ നമ്മൾ എപ്പോഴും ചേർത്ത് വെക്കാറുണ്ട്. ഈവൻ നമ്മളൊരു ഫാമിലി പിക്ചർ എടുക്കുമ്പോൾ ആ പള്ളി വെച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു സൺഡേ സ്കൂൾ കുഞ്ഞ് ഓടി വന്ന് നമ്മളോടുള്ള സ്നേഹത്തിന് ആ ഫോട്ടോയിൽ നിന്നാൽ ആ കുഞ്ഞിനെ പോലും ആട്ടി ഓടിക്കുന്ന പതിവ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാര്യം അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മൾക്കപ്പുറമായ ഒരാളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 20 വർഷം മുമ്പ് ഒരു വിവാഹ കൂദാശയിൽ പങ്കെടുത്തു. അപ്പോൾ ആ വിവാഹ കൂദാശയിൽ പങ്കെടുത്തു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ വീട്ടിലെ ജോലിക്കാരിയും ആ പള്ളിയിൽ പങ്കെടുത്തപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഈ ജോലിക്കാരിയും കൂടെ ആ വീട്ടിലെ കുടുംബനാഥനും വിളിച്ചു. പക്ഷേ തൊട്ടടുത്ത് നിന്നവർ പറഞ്ഞു അവർ ജോലിക്കാരിയല്ലേ, അവരെ മാറ്റി നിർത്താൻ പറഞ്ഞു. നിന്ന ജോലിക്കാരി അതിൽ നിന്ന് പിടിച്ചു മാറ്റി. പിന്നീട് ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ അവൾ വിമുഖതയും കാണിച്ചു. ഇത്രയുമാണ് നമ്മൾ പലപ്പോഴും മനുഷ്യരോട് കാണിക്കുന്ന ബന്ധങ്ങളുടെ ഉദാഹരണം. എന്നാൽ രക്തബന്ധത്തിനപ്പുറമായി മനുഷ്യനെ ഏകീകൃത സ്വഭാവത്തിൽ ദൈവത്തിന്റെ അതേ പ്രതിച്ഛായ അവനിലുമുണ്ട്, സഹോദരങ്ങളിലും ഉണ്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വളരുകയും അങ്ങനെ വളർത്തപ്പെടുന്നതിന്റെ പ്രതിഫലനമായി
അവരെ കൂടി ആധ്യാത്മിക ലോകത്തേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ തിരികെ വരണമെന്നാണ് പ്രിയപ്പെട്ട അച്ഛൻ ഈ ഒരൊറ്റ വാക്യത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. വളരെ ഹൃദ്യമായി ഈ വിഷയം അവതരിപ്പിച്ചു. നമ്മുടെ ഓരോ ദേവാലയത്തിന്റെയും പശ്ചാത്തലം ഇതിനകത്തുണ്ട്. നമ്മുടെ ഓരോ കുടുംബത്തിന്റെയും കൃത്യമായ മാതൃക ഇതിനകത്തുണ്ട്. നമ്മുടെ സ്നേഹബന്ധത്തിന്റെ, സുഹൃത്ത് വലയത്തിന്റെ ഒക്കെ മാതൃക ഇതിനകത്തുണ്ട്. എല്ലാ തലങ്ങളിലും ഈ രക്തബന്ധത്തിനപ്പുറമായി മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു രംഗവും, അതിനു മുമ്പ് പറഞ്ഞ ചില സ്വഭാവ വിശേഷങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഓരോ രീതിയിലുള്ള മനുഷ്യന്റെ ചില സ്വഭാവങ്ങൾ, അതിനെ ഞാൻ ഇനി വീണ്ടും ആവർത്തിക്കുന്നില്ല. പ്രിയപ്പെട്ട അച്ഛന്റെ സന്ദേശം നമുക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ദൈവസ്നേഹത്തിൽ കരുതുവാൻ ഉള്ള ഒരു ആഹ്വാനം പ്രിയപ്പെട്ട അച്ഛൻ നൽകി. അച്ഛൻ ഇന്ന് പല പ്രാവശ്യം വിളിച്ചിട്ടും ഒടുവിൽ വന്നപ്പോൾ ശക്തമായ ഒരു ഭാഷ, ശക്തമായ ഒരു ആശയം ഞങ്ങളെ പഠിപ്പിച്ചതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും എല്ലാം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പങ്കെടുത്ത എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേകമായ സ്നേഹവും സന്തോഷവും അച്ഛനെ അറിയിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എൻ്റെ വാക്കിവിടെ പൂർണ്ണമാക്കട്ടെ. ദൈവം എല്ലാവരെയും ഈ ധ്യാന ചിന്തയിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.